ഇപ്പോൾ കോഴിക്കോട് അങ്ങാടിയിലോട്ടോ അല്ലെങ്കിൽ ഹൈവേയിലോട്ടൊക്കെ ഇറങ്ങിയാൽ എല്ലാ ബിൽ ബോർഡ്സിലും ഉള്ളത് CA CMA SCCA കോഴ്സുകളുടെ പരസ്യമാണ്. ഇപ്പോൾ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിൻ്റെയും എല്ലാവരുടെ പരസ്യങ്ങളും ഇതിലുണ്ട്. നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ എന്ത് സ്കോപ്പ് ഉണ്ട് എന്ന് ചിന്തിക്കുന്നതിനപ്പുറം നമ്മൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് മേ ബി 5 ഇയേഴ്സ് ഡൗൺ ദ ലൈൻ അല്ലെങ്കിൽ 10 ഇയേഴ്സ് ഡൗൺ ദ ലൈൻ അതിൻ്റെ ഒരു സ്കോപ്പ് എന്താണെന്ന് ആലോചിക്കുന്നത് കൂടി നല്ലതാണ്. ഓക്കെ, ഇതിൻ്റെ അർത്ഥം CA SCCA ഒന്നും മോശമാണെന്നോ അല്ലെങ്കിൽ അതിനൊക്കെ ഡെഫിനറ്റ്ലി അതിൻ്റേതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ഒരു സംഭവം ഓവറായിട്ട് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏതുപോലെ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് വരെ MBBS കിട്ടാത്ത എല്ലാവരും ഏത് കോഴ്സിനാണ് പോയിരുന്നത്? BDSനാണ് പോയിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷമൊക്കെ ആരെങ്കിലും BDSന് പോകുന്നുണ്ടോ? BAMSന് പോകുന്നുണ്ടോ? BHMSന് പോകുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ഒരുപാട് പ്രൈവറ്റ് കോളേജസ് വന്നു. ആ പ്രൈവറ്റ് കോളേജസൊക്കെ വന്നപ്പോൾ BDSന് ഒരു വിലയില്ലാതായി. കാരണം സപ്ലൈ കൂടി, പുറത്തിറങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടി. അതേപോലെ തന്നെ മറ്റൊരു BTech. ഇപ്പോൾ BTech ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണ്. എഞ്ചിനീയറിംഗ് കോളേജുകൾ കേരളത്തിൽ ഒരു സമയത്ത് വ്യാപകമായിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കോളേജുകൾ വന്നപ്പോൾ ഇപ്പോൾ ആക്ച്വലി അത്തരത്തിലുള്ള പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ കുട്ടികൾ ഇല്ലാത്ത അവസ്ഥയാണ്. പക്ഷേ ആളുകൾ ഇത് റിയലൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു ജനറേഷൻ BDS പഠിച്ച് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു ജനറേഷൻ എഞ്ചിനീയറിംഗ് പഠിച്ച് ഇറങ്ങിയിട്ടാണ് എന്ത് ചെയ്യുക? ഇത് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു കോഴ്സ് വല്ലാതെ, ഞാൻ CA CMA ഈ പറഞ്ഞ പോലെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ഏതൊരു കോഴ്സായാലും നമ്മൾ വ്യാപകമായിട്ട് പബ്ലിസിറ്റി കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതായത് ആ ഫീൽഡിൽ എത്രത്തോളം എക്സ്പേർട്സിൻ്റെ ആവശ്യമുണ്ട്. മേ ബി ഇപ്പോൾ ആവശ്യത്തിന് എക്സ്പേർട്സ് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ഇത്രയധികം സ്ഥാപനങ്ങൾ വന്നാൽ ഓഫ് കോഴ്സ് മേ ബി 2 or 3 ഇയേഴ്സിൽ ആ എക്സ്പേർട്സിൻ്റെ എണ്ണം ചിലപ്പോൾ ഫില്ല് ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും പരിഗണിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.